ഇനി കുറച്ച് കളിക്കാരുടെ പേര് പറയാം. ജോ റൂട്ട്, ബെൻ സ്റ്റോക്സ്, ജോസ് ബട്ട്ലർ, ജോഷ് ഹെയ്സൽവുഡ്, മിച്ച് മാർഷ്, ആഡം സാംബ, ബാബർ അസം, ഒപ്പം KL രാഹുൽ. ഇതിൽ രാഹുലിൻ്റെ പേര് അവസാനം പറഞ്ഞതിന് കാരണമുണ്ട്. 2010 അണ്ടർ-19 ലോകകപ്പ് ടീമിൽ കളിച്ചവരാണ് ഇവരെല്ലാവരും. മറ്റുള്ളവരെല്ലാം ലോക ക്രിക്കറ്റിൽ നേടിയ നേട്ടങ്ങളുടെ ലിസ്റ്റ് എടുത്തു നോക്കുമ്പോൾ അത് അതിഗംഭീരമാണ്. റൂട്ട് ലോകത്തിലെ ഏറ്റവും മികച്ച ടെസ്റ്റ് ബാറ്ററാണ്. സച്ചിൻ്റെ ഓൾ ടൈം റെക്കോർഡ് മറികടക്കാൻ ഇനി വെറും 2000-ൽ താഴെ റൺസ് മാത്രം മതി അദ്ദേഹത്തിന്. ബെൻ സ്റ്റോക്സ് ആവട്ടെ ലോകകപ്പ് വിന്നറാണ്, ലോകത്തിലെ ഏറ്റവും മികച്ച ഓൾറൗണ്ടറാണ്, ഇംഗ്ലീഷ് നായകനാണ്. ജോസ് ബട്ട്ലർ നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും മികച്ച വൈറ്റ് ബോൾ താരമാണ്. ബാബർ അസം ഏകദിന ക്രിക്കറ്റിൽ അദ്ദേഹം നേടിയ റെക്കോർഡുകൾ പറയും അയാളുടെ പ്രാധാന്യം. മിച്ച് മാർഷ് ആവട്ടെ ഇപ്പോൾ ഓസീസിൻ്റെ വരാനിരിക്കുന്ന T20 ലോകകപ്പ് നായകനാണ്. സാംബയും ഹാസൽവുഡുമൊക്കെ വർഷങ്ങളായി ആ ടീമിൻ്റെ നെടുന്തൂണുകളാണ്. ഇനി രാഹുലിലേക്ക് എത്തുമ്പോൾ മറ്റുള്ള താരങ്ങളെല്ലാം ലോക ക്രിക്കറ്റിലെ ഏറ്റവും അധികാരായി നിൽക്കുമ്പോഴും രാഹുലിൻ്റെ കാര്യം എടുത്തു നോക്കുമ്പോൾ അദ്ദേഹം ആ ഒരു നേട്ടങ്ങളുടെ അടുത്ത് നോക്കുമ്പോൾ ഇതിഹാസ സമാനമാകാവുന്ന ഒരു കരിയർ ഉണ്ടാക്കേണ്ട സമയം രാഹുൽ അതിക്രമിച്ചു എന്ന് തന്നെ വേണം കരുതാൻ. ഇപ്പോഴും യുവതാരമെന്ന രീതിയിൽ തന്നെയാണ് ക്രിക്കറ്റ് ലോകവും രാഹുൽ സ്വയവും തന്നെ അദ്ദേഹത്തെ ലേബൽ ചെയ്തിട്ടുള്ളത് എന്ന് തോന്നുന്നു. ഇപ്പോഴും പൂർണ്ണ വളർച്ച എത്താത്ത താരമെന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ കരിയർ എന്ന് തോന്നും ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് പരിശോധിക്കുമ്പോൾ. അതിനൊരു കാരണം അയാളെ ടീം മാനേജ്മെൻറ്റ് ഉപയോഗിക്കുന്ന വിധം കൂടിയാണ്. KL രാഹുൽ ഇന്ത്യക്ക് വേണ്ടി ഏകദിനത്തിൽ വ്യത്യസ്ത പൊസിഷനുകളിൽ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. സ്റ്റാർ ബാറ്ററും വിക്കറ്റ് കീപ്പറുമായ KL രാഹുൽ എന്ന് നമുക്കറിയാം. 5-6 സ്ഥാനങ്ങളിലെല്ലാം നമ്മൾ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ അദ്ദേഹത്തെ ഓപ്പണറായി കണ്ടിട്ടുണ്ട്, ചിലപ്പോൾ വൺ ഡൗൺ ആയി കണ്ടിട്ടുണ്ട്. അങ്ങനെ കരിയറിൽ ഇത്രത്തോളം പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു താരവും റീസെൻ്റ് ആയിട്ടുള്ള ഇന്ത്യൻ ടീമിൽ ഇല്ല എന്ന് തന്നെ വേണം കരുതാൻ. ഏത് പൊസിഷനിലും ബാറ്റ് ചെയ്യാൻ കഴിവുള്ളവൻ എന്ന ആ ഒരു സർട്ടിഫിക്കറ്റ് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ആണെങ്കിലും ഒരർത്ഥത്തിൽ അയാളുടെ കരിയർ ഇപ്പോഴും മറ്റുള്ള 2010 ലോകകപ്പ് കളിച്ച താരങ്ങളുടെ ഇതിഹാസ സമാനമായ കരിയറുമായി തട്ടിച്ചു നോക്കുമ്പോൾ ശൈശവ ദശയിൽ തന്നെ ആയിപ്പോയതിൻ്റെ കാരണവും ഇത് തന്നെയാണ്, ഈ സർട്ടിഫിക്കറ്റ് തന്നെയാണ്. ന്യൂസിലാൻഡിനെതിരെ കഴിഞ്ഞ ദിവസം ഇന്ത്യ ജയിച്ച 1-ാം അംഗത്തിൽ 6-മനായിരുന്നു KL രാഹുൽ. രവീന്ദ്ര ജഡേജയ്ക്കും ശേഷമാണ് അദ്ദേഹം ക്രീസിലേക്ക് എത്തിയത്. പുറത്താവാതെ 29 റൺസുമായി ടീമിൻ്റെ ത്രില്ലിംഗ് ജയത്തിൽ രാഹുൽ നിർണായക പങ്ക് വഹിക്കുകയും ചെയ്തത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ തരത്തിൽ അദ്ദേഹത്തെ ലോവർ ഓർഡറിലേക്ക് ഇറക്കുന്നതിനെതിരെ മുൻ താരങ്ങളടക്കം പലരും കഴിഞ്ഞ മത്സരശേഷം വിമർശനാത്മകമായി രംഗത്തെത്തിയിട്ടുണ്ട്. കോച്ച് ഗൗതം ഗംഭീറിൻ്റെ ഈ പരീക്ഷണങ്ങൾ മണ്ടത്തരമാണെന്നും പലരും ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പരീക്ഷണവും അവിടെ വിജയിച്ചതോടെ ഒരുപക്ഷെ വരാനിരിക്കുന്ന മത്സരങ്ങളിലും പരീക്ഷണത്തിന് രാഹുലിൻ്റെ ഈ ഒരു പൊസിഷൻ പരീക്ഷണം പിന്നീട് തുടരാനുള്ള സാധ്യത ഉണ്ട് താനും. എല്ലാ കാലത്തും ഇന്ത്യൻ ക്രിക്കറ്റിലെ പരീക്ഷണങ്ങളിൽ ഏറ്റവും പ്രധാനം രാഹുലിൻ്റെ സ്ഥാനം തന്നെയായിരുന്നു. ചിലപ്പോൾ അദ്ദേഹത്തെ വിക്കറ്റ് കീപ്പർ ആക്കുന്നുണ്ട്, നേരത്തെ പറഞ്ഞതുപോലെ ഓപ്പണർ, മധ്യനിരക്കാരൻ, അങ്ങനെ അദ്ദേഹത്തിനെയാണ് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കുന്നത്. രാഹുലിനുണ്ടാവേണ്ട ലെജൻഡറി കരിയർ നശിപ്പിക്കപ്പെട്ടത് തീർച്ചയായും ഈ പരീക്ഷണങ്ങളിലൂടെ തന്നെയാണ്. കാലാകാലങ്ങളിലായി വന്ന കോച്ചുമാർ ഈ പരീക്ഷണ ഘട്ടങ്ങൾ നടത്തുന്നത്, അത് തുടരുകയും ചെയ്യുന്നത് ശരിക്കും ബാറ്റർ എന്ന നിലയിൽ ഒരു 8000-ന് മുകളിൽ റൺസെങ്കിലും ഏകദിനത്തിൽ ഉണ്ടാവേണ്ട ആ ഒരു കരിയർ തന്നെയാണ് ഇല്ലാതായിരിക്കുന്നത്. അതുമല്ലെങ്കിൽ ഒരുപക്ഷെ രോഹിതിന് ശേഷം ക്യാപ്റ്റൻ ആവേണ്ട ഒരു കരിയർ തന്നെയായിരുന്നു KL രാഹുലിൻ്റേത്. അതും നഷ്ടപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. ആളുകൾ ചിലപ്പോൾ അദ്ദേഹത്തെ ഓപ്പണർ, മിഡിൽ ഓർഡർ, ഫിനിഷർ, വിക്കറ്റ് കീപ്പർ, KL രാഹുൽ ദ മെയിൻ ഓഫ് ഓൾ ട്രേഡ്സ്, ഇന്ത്യ ഈസ് ലക്കി ടു ഹാവ് എ പ്ലെയർ ലൈക്ക് രാഹുൽ എന്നൊക്കെ പറയുമെങ്കിലും രാഹുലിനെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം ലക്കല്ല ഈ പരീക്ഷണങ്ങൾ. ഇതിനകം വെറും 92 ഏകദിനങ്ങളെ അദ്ദേഹത്തിന് കളിക്കാൻ സാധിച്ചിട്ടുള്ളൂ. അതിൽ നിന്നും അദ്ദേഹം നേടിയ റൺസ് ആവട്ടെ 3247 റൺസ് മാത്രമാണ്. ടെസ്റ്റിലാവട്ടെ അദ്ദേഹത്തിൻ്റെ റൺസ് 4043 റൺസുമാണ്. 3 ഫോർമാറ്റുകളിലുമായി 19 സെഞ്ചുറികൾ നേടിയ താരമാണ് അയാളെന്ന് ഓർക്കണം. ഏകദിനത്തിൽ 50 ശരാശരി ഉണ്ട് രാഹുലിന് എന്നോർക്കണം. ജോ റൂട്ടിനും ബാബറിനും ബെൻ സ്റ്റോക്സിനും ഒക്കെ ഇതിൻ്റെ ഇരട്ടി മത്സരങ്ങൾ കളിക്കാനുള്ള ഭാഗ്യമുണ്ടായിട്ടുണ്ട്. അപ്പോഴാണ് രാഹുലിൻ്റെ ഈ ഒരു അവസ്ഥ. പരീക്ഷണങ്ങളിൽ കുരുങ്ങിക്കിടക്കുകയാണ് KL രാഹുൽ എന്ന പേരിൽ അറിയപ്പെടുന്ന കണ്ണൂർ ലോകേഷ് രാഹുൽ. ഫോമില്ലായ്മയുടെയും മെല്ലെപ്പോക്കിൻ്റെയും സമയത്ത് ട്രോളർമാരുടെ ഇഷ്ട മെറ്റീരിയലായിരുന്നു അദ്ദേഹം ഇടക്കാലത്ത്. എങ്കിലും സത്യത്തിൽ രാഹുൽ ഇന്ത്യൻ ടീമിലെ സ്ഥിര സാന്നിധ്യമായതിന് പിന്നിൽ ആ പ്രതിഭയുടെ ആഴം കൂടിയുണ്ട്. 2014 അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ച KL രാഹുൽ തൻ്റെ 2-ാം ടെസ്റ്റ് മത്സരത്തിൽ ആദ്യത്തെ ടെസ്റ്റ് സെഞ്ചുറി നേടിയ താരമാണ്. അരങ്ങേറ്റ ഏകദിന മത്സരത്തിൽ തന്നെ സെഞ്ചുറി കുറിച്ച ആദ്യത്തെ ഇന്ത്യൻ ക്രിക്കറ്റ് കളിക്കാരനും ക്രിക്കറ്റിൻ്റെ 3 ഫോർമാറ്റുകളിലും സെഞ്ചുറി നേടിയ 3-ാമത്തെ ഇന്ത്യൻ ക്രിക്കറ്റ് കളിക്കാരനുമായിരുന്നു KL രാഹുൽ.
92 ഏപ്രിൽ 18 മാംഗ്ലൂരിൽ KN ലോകേഷിൻ്റെയും രാജേശ്വരിയുടെയും മകനായിട്ടാണ് രാഹുൽ ജനിച്ചത്. പിതാവ് ലോകേഷ് ഒരു അധ്യാപകനും കർണാടകയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ ഡയറക്ടറും അമ്മ രാജേശ്വരി മാംഗ്ലൂർ സർവകലാശാലയിലെ ഒരു അധ്യാപികയുമായിരുന്നു. ഇതിഹാസ താരം സുനിൽ ഗവാസ്കറിൻ്റെ കടുത്ത ആരാധകനായിരുന്ന ലോകേഷ്, അതായത് രാഹുലിൻ്റെ അച്ഛനായ ലോകേഷ്, തൻ്റെ മകന് പേരിടുന്ന സമയത്ത് തീർച്ചയായും സുനിൽ ഗവാസ്കർ എന്താണോ അദ്ദേഹത്തിൻ്റെ മകന് പേരിട്ടിരിക്കുന്നത് ആ പേര് നൽകാനായിരുന്നു ശ്രമിച്ചത്, അങ്ങനെയായിരുന്നു ആഗ്രഹിച്ചത്. നമുക്കറിയാം സുനിൽ ഗവാസ്കറുടെ മകനാണ് രോഹൻ ഗവാസ്കർ. അപ്പോൾ രോഹൻ എന്ന പേര് പക്ഷേ രാഹുൽ എന്നാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് രാഹുൽ എന്ന പേര് ലോകേഷ് തൻ്റെ മകനിട്ടത്. 2012-13 സീസണിലാണ് KL രാഹുൽ കർണാടക ക്രിക്കറ്റ് ടീമിന് വേണ്ടി ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ചത്. അതുകൂടാതെ 2010 നേരത്തെ പറഞ്ഞതുപോലെ ICC അണ്ടർ-19 ലോകകപ്പ് ടീമിൽ ഇന്ത്യൻ ടീമിന് വേണ്ടി അദ്ദേഹം കളിച്ചിരുന്നു. അന്ന് ആ ടൂർണമെൻറ്റിൽ 143 റൺ സ്കോർ ചെയ്യുകയും ചെയ്തിരുന്നു. 2013 ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് വേണ്ടിയും അദ്ദേഹം അരങ്ങേറ്റം കുറിക്കുകയുണ്ടായി. 2014-15 ദുലീപ് ട്രോഫിയിൽ ദക്ഷിണ മേഖലയ്ക്ക് വേണ്ടി കളിക്കുകയും മധ്യമേഖലയ്ക്കെതിരെ നടന്ന ഫൈനൽ മത്സരത്തിൽ ആദ്യ ഇന്നിംഗ്സിൽ 233 പന്തുകളിൽ നിന്നും 185 റൺസും രണ്ടാം ഇന്നിംഗ്സിൽ 152 പന്തുകളിൽ നിന്നും 130 റൺസും അദ്ദേഹം നേടുകയുണ്ടായി. ആ മത്സരത്തിലെ പ്ലെയർ ഓഫ് ദ മാച്ചായി രാഹുൽ തിരഞ്ഞെടുക്കപ്പെട്ടു. ആ വർഷത്തെ ഇന്ത്യയുടെ ഓസ്ട്രേലിയൻ പര്യടനത്തിലൂടെ ടെസ്റ്റ് ടീമിൽ അദ്ദേഹം ഇടം നേടുകയും ചെയ്തു. 2014 മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നടന്ന ബോക്സിംഗ് ഡേ ടെസ്റ്റ് മത്സരത്തിലാണ് KL രാഹുൽ ടെസ്റ്റ് മത്സരത്തിൽ അരങ്ങേറ്റം കുറിച്ചത്. അന്ന് രോഹിത് ശർമ്മയ്ക്ക് പകരക്കാരനായി കളിച്ച രാഹുലിന് ടെസ്റ്റ് ക്യാപ്പ് സമ്മാനിച്ചത് മഹേന്ദ്ര സിംഗ് ധോണിയായിരുന്നു. 6ാം നമ്പറിൽ ബാറ്റ് ചെയ്യാനിറങ്ങിയ രാഹുൽ പക്ഷേ 1ാം ഇന്നിംഗ്സിൽ 3 റൺസും 2ാം ഇന്നിംഗ്സിൽ 3ാം നമ്പറിൽ ബാറ്റ് ചെയ്തുകൊണ്ട് 1 റൺസും മാത്രമേ അദ്ദേഹത്തിന് നേടാൻ സാധിച്ചുള്ളൂ. അതായത് ആ സമയത്തെ ആദ്യ മത്സരത്തിലെ അദ്ദേഹം പരീക്ഷണത്തിന് വിധേയമായിരുന്നു എന്ന് സാരം. അടുത്ത ടെസ്റ്റിലും കളിക്കാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചു. ആ സമയത്ത് മുരളി വിജയ്ക്കൊപ്പം ഓപ്പണറായിട്ടാണ് രാഹുൽ ഇറങ്ങിയത്. അതായത് ആദ്യ 3 ഇന്നിംഗ്സുകളിൽ 3 ഡിഫറൻറ്റ് പൊസിഷനുകൾ. ഈ ഇന്നിംഗ്സിൽ ഓപ്പണറായി ഇറങ്ങിയ ഈ ഇന്നിംഗ്സിൽ അദ്ദേഹം 110 റൺസുകൾ നേടിക്കൊണ്ട് അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ തൻ്റെ ആദ്യ സെഞ്ചുറി കുറിക്കുകയുണ്ടായി. 2015 ജൂണിൽ നടന്ന ബംഗ്ലാദേശ് പര്യടനത്തിനുള്ള 15-അംഗ ടീമിൽ രാഹുലും അംഗമായിരുന്നെങ്കിലും ഡെങ്കിപ്പനി കാരണം മത്സരങ്ങളിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. തുടർന്ന് ആ വർഷം നടന്ന ശ്രീലങ്കയ്ക്കെതിരായ പരമ്പരയിൽ ടെസ്റ്റ് മത്സരത്തിൽ മുരളി വിജയ്ക്ക് പരിക്കേറ്റതിനെ തുടർന്ന് ഓപ്പണറായി കളിക്കാൻ ഇറങ്ങുകയും ടെസ്റ്റ് ക്രിക്കറ്റിലെ 2ാമത്തെ സെഞ്ചുറി കുറിക്കുകയും ചെയ്തു. ഈ മത്സരത്തിലെ പ്ലെയർ ഓഫ് ദ മാച്ചായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. മത്സരത്തിനിടെ വൃദ്ധിമാൻ സഹായിക്ക് പരിക്കേറ്റതിനെ തുടർന്ന് രാഹുൽ വിക്കറ്റ് കീപ്പർ ജോലിയും ചെയ്യുകയുണ്ടായി. 2016 സിംബാബ്വെക്കെതിരായ ക്രിക്കറ്റ് പരമ്പരയിലാണ് രാഹുൽ ഏകദിന ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ചത്. ഹരാരെ സ്പോർട്സ് ക്ലബ്ബിൽ നടന്ന മത്സരത്തിൽ സെഞ്ചുറി നേടിയ രാഹുൽ ഏകദിന അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ സെഞ്ചുറി നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ ബാറ്ററായി മാറി. ഇതേ പര്യടനത്തിൽ തന്നെ 2020 മത്സരത്തിലും രാഹുൽ അരങ്ങേറ്റം കുറിക്കുന്നു. 2016 വെസ്റ്റ് ഇൻഡീസ് ദേശീയ ക്രിക്കറ്റ് ടീമിനെതിരെയുള്ള മത്സരത്തിൽ ആ പര്യടനത്തിൽ രാഹുൽ ഇന്ത്യൻ ക്രിക്കറ്റ് ലീഗ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നു. ജമൈക്കയിൽ നടന്ന 2ാം ടെസ്റ്റ് മത്സരത്തിൽ കളിച്ച രാഹുൽ 158 റൺസുകൾ നേടിക്കൊണ്ട് അതുവരെ ഉള്ളതിൽ വെച്ച് ഉയർന്ന സ്കോർ നേടുന്നു. ഇതോടെ വെസ്റ്റ് ഇൻഡീസിനെതിരെ ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ തന്നെ സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ ഓപ്പണറായും KL രാഹുൽ മാറുന്നു. അമേരിക്കൻ ഐക്യനാടുകളിൽ വെച്ച് നടന്ന 2020 പരമ്പരയിൽ ആ സീരീസിലെ 2020 പരമ്പരയിൽ ആദ്യ മത്സരത്തിൽ 46 പന്തുകളിൽ T20 മത്സരത്തിൽ അദ്ദേഹം സെഞ്ചുറി നേടുന്നു. ഏറ്റവും വേഗത്തിലുള്ള 2ാമത്തെ സെഞ്ചുറി ആയിരുന്നു ആ കാലത്തത്. ഇന്ത്യൻ കളിക്കാരിൽ 1ാമത്തേതും. അപ്പോൾ ഏറ്റവും കുറച്ച് ഇന്നിംഗ്സുകളിൽ നിന്നും ക്രിക്കറ്റിലെ 3 ഫോർമാറ്റുകളിലും സെഞ്ചുറി നേടിയതിൻ്റെ റെക്കോർഡ് കണ്ണൂർ ലോകേഷ് രാഹുലിൻ്റെ പേരിലാണ്. 20 ഇന്നിംഗ്സിൽ നിന്നും ഈ റെക്കോർഡ് സ്വന്തമാക്കിയ KL രാഹുൽ 76 ഇന്നിംഗ്സിൽ നിന്നും 3ലും സെഞ്ചുറികൾ നേടിയ പാകിസ്ഥാൻ്റെ അഹമ്മദ് ഷഹസാദിൻ്റെ റെക്കോർഡാണ് അന്ന് മറികടന്നത്. 2020 ചരിത്രത്തിൽ ആദ്യമായി 4ാം നമ്പർ പൊസിഷനിലോ അതിന് താഴെയോ ഉള്ള സ്ഥാനത്ത് ബാറ്റ് ചെയ്തുകൊണ്ട് സെഞ്ചുറി നേടിയത് രാഹുലായിരുന്നു ആ ഘട്ടത്തിൽ. അപ്പോൾ ഇത്രയും സ്വപ്ന സമാനമായ തുടക്കങ്ങൾ 3 ഫോർമാറ്റിലും ഉണ്ടായിരുന്ന താരമാണ് KL രാഹുൽ. ആ രാഹുലാണ് ഇന്നിങ്ങനെ പരീക്ഷണങ്ങളിൽപ്പെട്ട് മഹത്തരമാവേണ്ടിയിരുന്ന ഒരു കരിയറിൻ്റെ പാതി വഴിയിൽ ഇപ്പോഴും യുവതാരമെന്ന ലേബലിൽ മാത്രം വിലയിരുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും രാഹുലിൻ്റെ ദുര്യോഗമാണിത്, ഇന്ത്യൻ ടീമിൻ്റെ ദുര്യോഗമാണിത്.